بسم الله الرحمن الرحيم. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇന്നഫിൽ ജുമുഅത്തി സഅത്തൻ ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്, ഒരു സമയം. ലാ യുവാഫിഖുഹു അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ അസ്സ വജല്ല ഫീഹി ഷൈഅൻ ഇല്ലാ അഅതാ. ആ സമയത്ത് ഒരുവൻ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉടനടി ജവാബ് ഉണ്ടാകുന്ന അമൂല്യമായ ഒരു സമയമുണ്ട് ജുമുഅ ദിവസത്തിൽ. ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി ദുആകൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ചൂണ്ടി വശറ ബിയദിഹി യുഖല്ലിലുഹ, അത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ദുആ ചെയ്യുക. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള നമ്മുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നമ്മൾ പഠിപ്പിച്ച അമൂല്യമായ ഒരു സ്വലാത്തുണ്ട്. ബഹുമാനപ്പെട്ടവർ ജീവിത കാലഘട്ടത്ത് ധാരാളം ബിറുദുകൾ ചൊല്ലിയിരുന്ന, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയിരുന്ന ഒരു വലിയ മഹാപണ്ഡിതനും മഹാനരായ ഔലിയാക്കന്മാരുടെ ശ്രേണിയിൽപ്പെട്ട മഹത്തുക്കൾപ്പെട്ടവരുമാണ് അവർ. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നിർദ്ദേശിക്കുന്ന സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ അധികരിപ്പിക്കാൻ നല്ലതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പഠിപ്പിച്ച സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയുൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു 100 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലണമെന്നും വെള്ളിയാഴ്ചയായാൽ എണ്ണമില്ലാത്ത രീതിയിൽ ഇത് സ്വലാത്ത് ചൊല്ലണമെന്നും മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് വ്യക്തമായി നിർദ്ദേശിച്ചതുമാണ്. വെള്ളിയാഴ്ച ദിവസം ധാരാളം നമ്മൾ സ്വലാത്ത് ചൊല്ലണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ, എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 സ്വലാത്ത് ഞാൻ ചൊല്ലും എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസമാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, ആ ദിവസത്തിൽ നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത്, മറ്റുള്ള എല്ലാ കർമ്മങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വലാത്താണ്. എന്തുകൊണ്ട്? ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകളെല്ലാം എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. ഫഖാല റജുൽ, അപ്പോഴാണ് ഒരു മനുഷ്യൻ ചോദിച്ചു, നബിയെ, നിങ്ങളുടെ മേൽ വഫാത്തിന് ശേഷം സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണോ? യാ റസൂലല്ലാഹ്, കൈഫ തുഅറദു സ്വലാത്തുനാ അലൈക വഖദ് അറംത, നിങ്ങൾ നുരുമ്പിച്ചു പോകൂലേ നബിയെ, നിങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്ന് പോകൂലേ നബി? അപ്പോഴാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്നല്ലാഹ ഖദ് ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരങ്ങൾ നുരുമ്പിച്ചു പോകുന്നതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. മണ്ണ് കഴിക്കുന്നതിനെ, മണ്ണ് തിന്നുന്നതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ, ചൊല്ലുന്ന സ്വലാത്തുകൾ അങ്ങനെ തന്നെ റസൂലുള്ളാഹ് റൗളയുടെ ഉള്ളിൽ കിടന്ന് കേൾക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെ സ്വലാത്തും സലാമും ചൊല്ലേണ്ട സുന്ദരമായ മുഹൂർത്തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് തഹജ്ജുദിന്റെ സമയങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലണം. സുബഹിക്ക് ശേഷം ഇരുന്നും സ്വലാത്തുകൾ ചൊല്ലി നേരത്തെ ജുമാക്ക് പള്ളിയിൽ വന്ന് സഹോദരിമാർ നേരത്തെ നിസ്കരിച്ച് ജുമാക്ക് ശേഷം ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇതൊരു 4 വട്ടം ചെല്ലാൻ വേണ്ടി മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. വലിയ അർത്ഥമുള്ള ബൈത്താണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ഇലാഹി, എൻ്റെ ഇലാഹായ അല്ലാഹ്, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ ജന്നാത്തുൽ ഫിർദൗസ് എന്ന നിന്റെ സ്വർഗത്തിന് അഹലുകാരനല്ലല്ലോ പടച്ചവനെ. എന്നാലോ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, കത്തിക്കാളുന്ന അഗ്നിയെ, ആ നരകത്തിന്റെ ഭയാനകതയെ, ഭീകരതയെ, അതിന്റെ താണ്ഡവത്തെ തടുക്കാനും തടയാനുമുള്ള കൽപ്പനയ്ക്കില്ലല്ലോ, കഴിവില്ലല്ലോ അള്ളാഹിന്റെ ചൂട് താങ്ങാൻ. ഫഹബ്ലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി, അതുകൊണ്ട് എന്റെ തൗബയെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഫഹബ്ലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി, എന്റെ പാപങ്ങളും നീ പുറത്തു തരണമേ അല്ലാഹ്. ഫഹബ്ലി,
തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. നീ ഉന്നതനായ പാപം പൊറുക്കുന്നവനായ അല്ലാഹു അല്ലയോ റബ്ബേ. ആ ബൈത്ത് ജുമുഅയ്ക്ക് ശേഷം ദുആകൾക്കെല്ലാം ശേഷം 4 വട്ടം ചൊല്ലണമെന്നാണ്. ഭയങ്കരമായ ദുആണ്. അല്ലാഹു നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. വെള്ളിയാഴ്ച ഒരു സമയങ്ങളും പാഴിക്കളയരുത്. വെള്ളിയാഴ്ച നേരത്തെ കുളിച്ച് നഖം വെട്ടി കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും ഒക്കെ വൃത്തിയാക്കി മുഖം നല്ല ഭംഗിയാക്കി നല്ല വസ്ത്രമണിഞ്ഞ് പെരുന്നാളിന് പള്ളിയിൽ വന്ന അലങ്കാരം പോലെ നേരത്തെ പള്ളിയിൽ വന്ന് ജുമുഅയ്ക്കിരുന്ന് സ്വലാത്തുകൾ ധരിപ്പിച്ച് സൂറത്തുൽ കഹ്ഫ് ഓതി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. റമദാന് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അമലുകൾ ചെയ്യണം. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടാൽ നാം തുർമുദി റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്, അവൻ ഖബറിൽ അവന് അദാബ് ഉണ്ടാവുകയില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനുള്ള മരണം അത് വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവോ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു നമ്മുടെ നന്മകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.